നമസ്കാരം കൂട്ടുകാരെ. ഇന്നെല്ലാവരും ഇൻ്റർനാഷണൽ വിമൻസ് ഡേ, അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചിട്ടുണ്ടാവും അല്ലേ? പർപ്പിൾ റിബണൊക്കെ കിട്ടി, അതുപോലെ തന്നെ പലതരം കോൺഫറൻസുകളും സെമിനാറുകളും ഒക്കെ വച്ച് വളരെ ആഘോഷപൂർവ്വം ഇത് ആചരിച്ചിട്ടുണ്ടാവും ഈ യുദ്ധസമയത്ത്. ഇതെന്നാണ് തുടങ്ങിയത്? നമുക്കറിയാം, 1911 ഓസ്ട്രിയ അതുപോലെ തന്നെ ജർമ്മനിയിലും മറ്റുമൊക്കെ തുടങ്ങിയെങ്കിലും 1917 റഷ്യയിലെ ടെക്സ്റ്റൈൽ തൊഴിലാളികൾ അവർ ബ്രെഡ് ആൻഡ് പീസ് എന്ന രീതിയിൽ ഒരു സമരത്തിനിറങ്ങുകയും അതിൽ നിന്ന് കൂടെയാണ് ഈ അന്താരാഷ്ട്ര വനിതാ ദിനം നമ്മുടെ ലോകമാകെ ആചരിക്കാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഈ സമയം എന്തെങ്കിലും ഇങ്ങനെ ആഘോഷത്തിനുള്ള സമയമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇറാനിലെ ആ 168 കുട്ടികളുടെ മാതാക്കൾ, അവർ സ്ത്രീകളാണ്. 9 മാസം വയറ്റിൽ വച്ച് പ്രസവിച്ച ആ മക്കളെ, അവരുടെ ശവശരീരങ്ങൾ കണ്ടവർ വിലപിക്കുമ്പോൾ ഈ ആഘോഷങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ലോകത്തെമ്പാടും ഇങ്ങനെ യുദ്ധം പടർന്ന് പിടിച്ച് നിൽക്കുമ്പോൾ പർപ്പിൾ കളർ റിബൺ കെട്ടിയത് കൊണ്ട് മാത്രം എന്തെങ്കിലും കാരണമുണ്ടോ? പല സംഘടനകളും ഇത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കേരളത്തിൽ നോക്കൂ, ഇവിടെ എപ്പോഴെങ്കിലും ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ഇനി ഉണ്ടാകുമോ? സ്ത്രീ എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് എന്ന രീതിയിൽ തന്നെയാണ് ലോകം കാണുന്നത്. അമേരിക്കയിൽ എന്നാണ് വോട്ടവകാശം കിട്ടിയത് സ്ത്രീകൾക്ക്? ഇല്ലെങ്കിൽ ലോകത്തിലെ പല ഭാഗങ്ങളിലും എന്നാണ് സ്ത്രീകൾക്ക് ഇക്വാലിറ്റി കിട്ടിയത്? ഉണ്ടോ? ഇപ്പോഴുണ്ടോ? പല രാജ്യങ്ങളിലും, ഇപ്പോൾ വികസിതം എന്ന് പറയുന്ന പല രാജ്യങ്ങളിൽ പോലും ഉയർന്ന പൊസിഷനുകളിൽ സ്ത്രീകളെ ഇരുത്താൻ കുറച്ചൊരു മടിയുണ്ട് ഈ ആണുങ്ങൾക്ക്. പിന്നെ ഒരു സ്ത്രീക്ക് രാത്രിയിൽ എപ്പോഴാണ് തനിച്ചൊന്ന് യാത്ര ചെയ്യാൻ പറ്റുക? തനിച്ചല്ലെങ്കിൽ പോലും കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്ന സ്ത്രീകളെപ്പോലും ഉപദ്രവിക്കുന്നില്ലേ? എന്താണ് പിന്നെ എന്താ ഈ ഇക്വാലിറ്റി വേണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഡിഗ്നിറ്റി, അവർക്ക് വേണ്ട പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ എന്ന് കിട്ടും? നമുക്കറിയാം, സ്ത്രീകളുടെ വിവേകബുദ്ധി കൂടുതലാണ് ആണുങ്ങളെ അപേക്ഷിച്ച്. ആണുങ്ങളെ വികാരമാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിമതികളായ സ്ത്രീകൾ ഒത്തിരിയുണ്ട്. പക്ഷെ അതിനെവിടെയെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടോ? ഇന്ദിരാഗാന്ധിയെ പറ്റി നമുക്കറിയാം. വളരെ വിവേകപൂർവവും അതുപോലെ തന്നെ ബുദ്ധിപൂർവവും കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന പ്രധാനമന്ത്രി. പക്ഷെ അവസാന കാലത്ത് അവർക്ക് ഒരു സന്യാസി, ഒരു വ്യാജ സന്യാസിയുടെ പിടിയിൽപ്പെട്ട് അവരുടെ വികാരങ്ങൾക്കായിരുന്നു കൂടുതൽ യാഥാർത്ഥ്യം വന്നതും അവർ അതപതിച്ച് പോവുകയും ചെയ്തു. ഗൗരിയമ്മ യഥാർത്ഥത്തിൽ അവർ ധീരയായിരുന്നു. അവരെയും ഈ ചവറെറിയുന്നത് പോലെ, ഇല്ലെങ്കിൽ കറിവേപ്പില പോലെ എറിഞ്ഞു കളഞ്ഞില്ലേ? ഏത് സ്ത്രീക്കാണ് നമ്മളിവിടെ കുറച്ചൊക്കെ അംഗീകാരം നൽകുന്നത്? സ്ത്രീക്ക് അംഗീകാരം നൽകിയാൽ ഉടനെ പുരുഷൻ അസൂയയിളകും. സ്ത്രീ എപ്പോഴും ഒരു വീടിൻ്റെ മൂലയിൽ അല്ലെങ്കിൽ അടുക്കളയിൽ അടച്ചിടപ്പെടേണ്ടവളാണ്. അവൾക്ക് ആവശ്യത്തിൽ കൂടുതൽ അധികാരം കൊടുക്കാൻ പാടില്ല. പുരുഷന് മേലെ അധികാരം കൊടുക്കാൻ പാടില്ല. അതിനുവേണ്ടി പണ്ടുകാലത്തെന്നോ എഴുതിയ മതഗ്രന്ഥങ്ങൾ നമ്മൾ കൂട്ടുപിടിക്കുന്നു. പുരുഷൻ ഒരു കുടുംബത്തിൻ്റെ തലയാണെന്നും ആ തലയ്ക്ക് താഴെ വേണം സ്ത്രീ നിൽക്കുമെന്നും ബൈബിൾ പറയുമ്പോൾ, പുരുഷനാണ് ഈശ്വരൻ, സ്ത്രീയുടെ കാണപ്പെട്ട ദൈവം പുരുഷനാണെന്ന് ഹിന്ദുമതവും പറയുന്നു. ഇസ്ലാമിൽ പിന്നെ സ്ത്രീകൾക്ക് യാതൊരു കാര്യവുമില്ല. അവർ കൃഷിയിടങ്ങൾ മാത്രമാണ്. പുരുഷന് കൃഷി ചെയ്യാനുള്ള, വിത്ത് വിതയ്ക്കാനുള്ള കൃഷിയിടങ്ങൾ മാത്രമാണ്. ഇങ്ങനെയാണ് എല്ലാ മതങ്ങളും പറയുന്നത്. എവിടെയാ സ്ത്രീക്ക് ഇക്വാലിറ്റി കൊടുക്കുക? സത്യം പറഞ്ഞാൽ ഈ വർഷം ഫെബ്രുവരി 8 ഈ ഇൻ്റർനാഷണൽ വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു നാണക്കേട്, അപമാനം തോന്നുകയാണ്. ആ കുട്ടികളെ ഓർത്ത്, ആ ഇറാനിൽ സ്കൂളിൽ മരിച്ചു വീണ ആ കുട്ടികളെ ഓർത്ത്, അവരുടെ അമ്മമാരെ ഓർത്ത്, അമ്മമാർ അനുഭവിച്ച പ്രസവ വേദനയോർത്ത്, പിഞ്ചു കുഞ്ഞുങ്ങൾ
അവരുടെ മൃതശരീരം കെട്ടിപ്പിടിച്ച് കരയുന്ന അമ്മമാരെ ഓർത്ത് വിഷമിക്കുകയാണ്. ലോകത്ത് യുദ്ധം വന്നാൽ എങ്ങനെയാണ്? എല്ലാ സോൾജിയേഴ്സും, എല്ലാ പട്ടാളക്കാരന്മാരും ഏത് വീട്ടിൽ കയറി ചെന്നാലും അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനായിരിക്കും നോക്കുക. പണ്ടൊരു കാലത്ത്, മുസ്ലിം അധിനിവേശ കാലത്ത്, അതുകൊണ്ടാണ് രജപുത്ര സ്ത്രീകൾ സതി അതായത് അഗ്നിപ്രവേശം ചെയ്ത് സതി ആചരിച്ചിരുന്നത്, ഇവരുടെ വെപ്പാട്ടികളായി ജീവിക്കാതിരിക്കാൻ വേണ്ടി. ഇങ്ങനെ ലോകമെമ്പാടും സ്ത്രീകളെ അധപതനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോഴും, യുദ്ധങ്ങളിൽ സ്ത്രീകൾ അവർ ഇരകളാക്കപ്പെടുമ്പോഴും പിന്നെ എന്തിനു വേണ്ടി നമ്മളിത് ചെയ്യുന്നു? ഈ വർഷം ആചരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഈ യുദ്ധത്തിനിടയ്ക്ക്? ആദ്യം ലോക സമാധാനം വരട്ടെ. ഈ ലോക നേതാക്കളൊക്കെ അമ്മമാരുടെ വയറിൽ പിറന്നവരല്ലേ? ഈ സൈക്കോപാത്സ് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഈ ലോകത്ത് സ്ത്രീകളും കുട്ടികളും വീണ് മരിക്കുന്നു എന്നുള്ളത്? ഇനി എന്തിനാണ് ഇവിടെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ഒരു സ്ത്രീ ഇല്ലെങ്കിൽ ഈ ലോകത്ത് അതായത് നമ്മുടെ പോപ്പുലേഷൻ നിലനിൽക്കുമോ? അടുത്ത തലമുറ ഉണ്ടാകുമോ? ഇല്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദേവതയെ എന്ന പോലെ, അല്ലെങ്കിൽ ദൈവത്തിന് സമമായി നമ്മൾ വിചാരിക്കേണ്ടതാണ് ഒരു സ്ത്രീയെപ്പറ്റി. അതെവിടെ നടക്കുന്നു? ഇപ്പോൾ ഹിന്ദു പുരാണങ്ങളിൽ തന്നെ നമുക്കറിയാം ദേവതകൾ അസുരന്മാരെ കൊല്ലുന്നതുമൊക്കെ. പക്ഷെ അപ്പോഴും പുരുഷനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അവരവിടെ എഴുതി വച്ചിട്ടുണ്ട്, ഓരോ ദേവനും ആ ദേവൻ്റെ ശക്തി പകർന്നാണ് ദുർഗയെ സൃഷ്ടിച്ചതെന്ന്. അവിടെയും ദുർഗയ്ക്ക് സ്വന്തമായിട്ട് ബലം നൽകാനായിട്ട് അവർ സമ്മതിക്കില്ല. ഇതാണ് എല്ലായിടത്തും നടക്കുന്നത്. സ്ത്രീക്ക് ഒരു സ്വന്തമായിട്ടുള്ള ഒരു ധൈര്യമോ ഒരു ധീരതയോ ബഹുമാനമോ ബുദ്ധിയോ ഒന്നും തന്നെ നമ്മൾ അനുവദിച്ചു കൊടുക്കില്ല സമൂഹം. ഏതെങ്കിലും ഒരു സ്ത്രീ അതിനെതിരായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ അവരേതെങ്കിലും രീതിയിൽ ഒതുക്കാൻ നോക്കും. അതാണ് എല്ലാ ലോകത്തെ ആകമാനം കാണുന്നത്. എന്തായാലും ഈ യുദ്ധത്തിനിടയ്ക്ക് നിങ്ങളിതൊന്നും ആചരിക്കാതിരിക്കുക. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഫെബ്രുവരി 13 നാഷണൽ വിമൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമാണ് നമ്മൾ ആചരിക്കുക. എന്തായാലും ഞാൻ സ്ത്രീയും പുരുഷനും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സും എല്ലാം അടങ്ങിയ ഈ ലോകത്തിനോട് പറയുകയാണ്, ആദ്യം സമാധാനം കൈവരുത്തൂ. ഇനി യുദ്ധമാണെങ്കിലും ബാക്കി എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ സ്ത്രീകളെ ഉപദ്രവിക്കാതിരിക്കൂ. സ്ത്രീകളുടെ ശരീരത്തിലൂടെ ഇരുമ്പ് കുഴലും മറ്റും കയറ്റി കുടലും മറ്റ് ഭാഗങ്ങളും ഒക്കെ വെളിയിലെടുക്കാതിരിക്കൂ. സ്ത്രീയെ ഒരു ഉപകരണമാക്കാതിരിക്കൂ. അവളും ഒരു മനുഷ്യ സ്ത്രീയാണ്. രക്തവും മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യജീവി. അവളുടെ ശരീരം വേദനിക്കും. ആ വേദന സ്വന്തമായിട്ട് കൈയൊന്ന് മുറിച്ചു നോക്കൂ എങ്ങനെ വേദനിക്കുമെന്ന്. അപ്പോൾ നിങ്ങളുടെ അമ്മ എന്നുള്ള ഒരു സങ്കല്പത്തിൽ ആ സ്ത്രീയെ കണ്ടാൽ നിങ്ങൾക്കങ്ങനെ വേദനിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാമല്ലോ ആൺ സുഹൃത്തുക്കളെ പറ്റി. നമ്മൾ സൗഹൃദം കാണിക്കുമ്പോൾ, സ്ത്രീകൾ സൗഹൃദം കാണിക്കുമ്പോൾ 3-ാം ദിവസം അവൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിരിക്കും നിങ്ങളെ കാണിക്കുക. അതാണ് പുരുഷൻ. ഇതാണോ സ്ത്രീ സമത്വം? എല്ലാ സ്ത്രീകളും നല്ലവരാണ്, 100% ശുദ്ധരാണ് എന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കൂ, പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കൂ, മനുഷ്യജീവികളെ ജീവിക്കാൻ അനുവദിക്കൂ. ഈ സ്ത്രീകളുണ്ടെങ്കിൽ, അമ്മമാരുണ്ടെങ്കിൽ മാത്രമേ നാളത്തെ പോപ്പുലേഷൻ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഭൂമി ഇവിടെ ഇല്ലെങ്കിൽ തരിശു ഭൂമിയായിട്ട് മാറും. അതിനു വേണ്ടെങ്കിലും ഈ ഫെബ്രുവരി 8 ആഗോള സ്ത്രീ ദിനത്തിൽ, അതിൽ ഇൻ്റർനാഷണൽ വിമൻസ് ഡേയിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം, ഞങ്ങൾ ഏത് യുദ്ധമുണ്ടായാലും എന്തെല്ലാം ഉണ്ടായാലും സ്ത്രീകളെയും കുട്ടികളെയും ഞങ്ങൾ ഉപദ്രവിക്കില്ല. അതാവട്ടെ ഇന്നത്തെ നമ്മുടെ മുദ്രാവാക്യം.